ഹായ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശ് നയനയും നവ്യയും തിരിച്ച് അനന്തപുരിയിലെത്തുന്നു. ദേവയാനിയാണ് വാതിൽ തുറന്നു കൊടുത്തത്. പലതും പറയുന്ന കൂട്ടത്തിൽ ആദർശ് പറയുന്നുണ്ട് നയന കാരണം ജ്വല്ലറിക്കുണ്ടായ നേട്ടങ്ങളൊക്കെ. അപ്പോൾ ദേവയാനി പറയുകയാണ്, നിന്റെ ഭാര്യ നിനക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നെങ്കിൽ നീ അവളെ തലയിൽ വെച്ച് നടന്നു, അല്ലാതെ എന്നോട് അവളെ പുകഴ്ത്തി പാടണ്ട എന്നും പറഞ്ഞ് ദേവയാനി അവിടുന്ന് പോവുകയാണ്. അപ്പോൾ നവ്യ പറയുകയാണ്, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, അങ്ങനെയാണല്ലോ നിന്റെ അമ്മായിയമ്മയുടെ പോക്ക്. എങ്കിലും പഴയതിനേക്കാളും മെച്ചമല്ലേ, അത്രയൊക്കെ അമ്മയിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി എന്ന് ആദർശ് നയനയെ നോക്കി പറയുകയാണ്. നയനയും ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട്. അതും പറഞ്ഞ് ആദർശും അവിടുന്ന് പോയി. അപ്പോൾ നവ്യ നയനയോട്, കുറേ നാളുകൾക്ക് ശേഷം അച്ഛനും അമ്മയും നന്ദുവുമായി ഒത്തുകൂടി, എനിക്കൊരു ദിവസം കൂടി അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു നയനെ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഈ വീട്ടിലെ അവസ്ഥയെപ്പറ്റി നമ്മൾ ചിന്തിക്കണം ചേച്ചി. അമ്മയും ആദർശേട്ടനും തമ്മിൽ ഇത് കാരണം വഴക്കുണ്ടാകാൻ പാടില്ല. ഇനിയും ആഘോഷങ്ങൾ വരുന്നുണ്ടല്ലോ, അപ്പോഴൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമല്ലോ. പിന്നെ കാണിക്കുന്നത് അബി മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവ്യ അങ്ങോട്ടേക്ക് വരികയാണ്. ഏത് നേരവും അവന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെൺപിള്ളേരുമായിട്ട് ചാറ്റിംഗ് ആയിരിക്കും. അത് ഞാൻ നിർത്തിക്കും. എൻ്റെ അനിയത്തി എസ് ആയിട്ട് വരാൻ പോവുകയാണ്. നിന്നെപ്പോലെയുള്ളവരെ അവൾക്ക് പണ്ടേ ഇഷ്ടമല്ല. അത്തരക്കാരെ കിട്ടിയാൽ അവൾ ഇടിച്ച് പഞ്ചറാക്കും. അപ്പോൾ അവി പറയുകയാണ്, ഓ, അവൾ എസ് ആയാൽ നീ എന്നെ കള്ളക്കേസിൽ കൊടുക്കുമല്ലോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്തിനാ കള്ളക്കേസിൽ കൊടുക്കുന്നത്? അല്ലാതെ തന്നെ നിനക്കെതിരെ നിറയെ കേസുകളുണ്ടാകും. നീ വഞ്ചിച്ച ഏതെങ്കിലും പെൺകുട്ടി നിനക്കെതിരെ പരാതി കൊടുത്താൽ മതി. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് തർക്കിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ദേവയാനിയെയും അനാമികയെയുമാണ്. അനാമികയുടെ മുഖം നല്ല വിഷമത്തിൽ തന്നെയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിന്റെ മുഖത്തൊരു വിഷമം? അത് വല്യമ്മയ്ക്ക് അറിഞ്ഞുകൂടെ? ആ നന്ദു ഇവിടെ വരുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് മോളെ പറയുക? ഇവിടെയുള്ള 2 മരുമക്കൾ അവളുടെ ചേച്ചിമാരാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അല്ലെങ്കിൽ വല്യമ്മ ഇപ്പോൾ നയനയെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഓരോന്നും പറയുകയാണ്. പക്ഷേ ഇതൊക്കെ അങ്ങോട്ടേക്ക് വന്ന നയന കേൾക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് അനാമിക ദേവയാനിയോട് പറയുന്നുണ്ട്, വല്യമ്മ നന്ദുവിനോട് ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറയണം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതൊരിക്കലും ഞാൻ പറയില്ല മോളെ. ഇതുകൂടി കേട്ടതോടെ അനാമിക ദേഷ്യത്തോടെ പോകാൻ തുടങ്ങിയപ്പോഴാണ് നയനയെ കാണുന്നത്. ഓ, എന്താ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങളുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്കൊന്നും കൾച്ചറില്ലല്ലോ, അതുകൊണ്ട് ഒരുത്തിയോട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ ചേച്ചിയും കൂടി വിളിച്ചു വരുത്തും. അപ്പോൾ നയന പറയുന്നുണ്ട്, അതിനെന്താ കുഴപ്പം? അവൾ ഞങ്ങളുടെ അനിയത്തിയാണ്. ഇനി അവൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ അവളെ വിളിച്ചു വരുത്തും. എൻ്റെ നന്ദുവിനെ എനിക്കറിയാം. നീ എന്താണോ വിചാരിച്ച് വെച്ചിരിക്കുന്നത് അതൊന്നും തിരുത്താൻ എന്നെക്കൊണ്ട് കഴിയില്ല. പിന്നെ നന്ദുവിൻ്റെ പ്രൊഫഷനെ പറ്റിയാണ് സംസാരം. ഒടുവിൽ അനാമിക പറയുന്നുണ്ട്, കാക്കിയിട്ടവൾ ഇനി ആരുടെ നെഞ്ചത്തൊക്കെയാ കയറുക എന്നറിയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ദേഷ്യത്തോടെ പോവുകയാണ്. ഇതൊക്കെ ദേവയാനി കേൾക്കുന്നുണ്ട്. ദേവയാനിക്ക് ഉള്ളിൽ നല്ല സന്തോഷം തോന്നുന്നുണ്ട് നയന അനാമികയോട് പൊളിച്ചെടുക്കി സംസാരിക്കുന്നത് കണ്ടപ്പോൾ. പിന്നെ നയന ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അമ്മയുടെ സപ്പോർട്ട് എനിക്ക് നല്ലവണ്ണം കിട്ടുന്നുണ്ട്. അതിന് കാരണം അമ്മ പറയുന്നത് തന്നെയാണോ, അല്ലെങ്കിൽ അതിനുമപ്പുറം എന്തെങ്കിലും ഉണ്ടോ? പിന്നെ കാണിക്കുന്നത് ദുഷ്ടക്കൂട്ടങ്ങളായ ജാനകിയെയും ജലജയെയും അനാമികയുമാണ്. അവർ തമ്മിൽ അവിടുന്ന് ഗൂഢാലോചന നടത്തുകയാണ്. എങ്ങനെ ആദർശിനെയും നയനയെയും പിരിക്കാമെന്നുള്ള ചർച്ചയിലാണ്. പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി ചിന്തിക്കുകയാണ്, എൻ്റെ നയനമോൾക്ക് നന്ദുവിനെ വലിയ ഇഷ്ടമാണ്. നന്ദുവിന് ഒരു ഗിഫ്റ്റെങ്കിലും കൊടുക്കണമായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്താൽ എല്ലാവരും എന്നെ മനസ്സിലാക്കും. അതുകൊണ്ട് ഇപ്പോൾ എനിക്കത് ചെയ്യാനും കഴിയില്ല. അപ്പോൾ അവിടേക്ക് ജലജ വരികയാണ്. ആദർശിനെയും നയനയെയും പിരിക്കാനുള്ള ഐഡിയയുമായിട്ടാണ് ജലജ വന്നിരിക്കുന്നത്. അത് ദേവയാനിയോട് പറയുന്നുണ്ട്. ദേവയാനി ജലജയുടെ ഉള്ളിലിരിപ്പ് അറിയാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാം സമ്മതത്തോടെ കേട്ട് നിൽക്കുകയാണ്. നയനയെ കള്ളക്കേസിൽ കൊടുക്കാം, ഉണ്ടല്ലോ, അവനെ വെച്ച് തന്നെ അത് ചെയ്യിപ്പിക്കാം. അവളെ നമുക്ക് കള്ളിയാക്കാം, പെരുങ്കള്ളി. അപ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതിന് നിനക്കൊരിക്കലും കഴിയില്ലടി പെരുങ്കള്ളി. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മരുമകളെ കരയിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ജലജ അവിടുന്ന് അബിയുടെ അടുത്തേക്ക് പോവുകയാണ്. അബിയുടെ അടുത്തേക്ക് പോയിട്ട്
ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നതാണ് ലാസ്റ്റ് കാണിക്കുന്നത്. അതോടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.